അൺബോക്സിങ് ചെയ്യണ്ടേ? ഹായ്. അപ്പോൾ ഓണത്തിന് മുന്നേ ഒരു പെട്ടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓണപ്പെട്ടിന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് നോൺ ഐറ്റംസ് ഉള്ള നമുക്ക് ഓണപ്പെട്ടിന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ കുറേ ഓണത്തിൻ്റെ ഐറ്റംസ് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അൺബോക്സിങ് ചെയ്യാം. കുഞ്ഞി, നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് ചെയ്യണ്ടേ? ആ ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണേ. നമുക്ക് ഓപ്പൺ ആക്കാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കി നോക്കിയിട്ടോ, കാരണം ഇതിൽ മീറ്റുള്ള കാരണം നമ്മൾ കിട്ടിയപ്പോൾ തന്നെ ഓപ്പൺ ആക്കി അത് ഫ്രീസറിൽ വെച്ചു കേട്ടോ. മീറ്റ് കുക്ക് ചെയ്യാണ്ട് കൊണ്ടുവന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ കുഞ്ഞി? മീറ്റ് കുക്ക് ചെയ്യാണ്ട് കൊണ്ടുവന്ന കാരണം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേ. എന്നാലും ഇപ്പം എന്തെങ്കിലും ഫ്രീസ് ചെയ്ത് തെർമൽ ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണക്കമുളകാട്ടോ. ഞാനപ്പോൾ ഓരോന്നായിട്ട്, ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇത് ഉണക്കമുളകാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളക് പഴുത്തപ്പോൾ അത് പൊട്ടിച്ച് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് നോർമൽ നമ്മൾ ഉണക്കമുളക് യൂസ് ചെയ്യണ മാതിരി ഉപയോഗിക്കാം. പക്ഷേ നല്ല എരിവായിരിക്കും കേട്ടോ. അത് സൂക്ഷിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതൊരൈറ്റ്. ഇത് ചായ മനസസ് ചീര കേട്ടോ. ഞാൻ കട്ട് ചെയ്യാം. ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിൽ തന്നെ ഫ്രിഡ്ജിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഇന്നലെ അത് ലേറ്റായിട്ടാണ് പിക്ക് ചെയ്യാൻ പോയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത് മണി പ്ലാന്റ് ആട്ടോ. ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞ കാരണം കൊടുത്തു വിട്ടതാ. ഞങ്ങളുടെ ഷംന സെറ്റാക്കി തന്നതാട്ടോ. പിന്നെ ഇതാണ് ചായ മനസ്സ. ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എങ്ങനെ നമുക്കിത് സ്റ്റോർ ചെയ്യാം, ലോങ് ടേമിലേക്ക് ബ്ലാൻഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര കേട്ടോ. അത് പച്ചക്കുത്തൊന്നും അങ്ങനെ ഇല്ലാത്തൊരു ടൈപ്പ് ചീര. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നപ്പോൾ കൊമ്പ് ഇതുപോലെ കൊമ്പുണ്ട്. ഇത് നടാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഇതിൻ്റെ അധികം മൂക്കാത്ത കൊമ്പാണ് നമ്മളിത് നടുക. അപ്പോൾ പെട്ടെന്ന് പിടിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലൊക്കെ ജസ്റ്റ് ഇതൊന്ന് വെറുതെ മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ വേര് പിടിക്കണ ടൈപ്പ് ചീര കേട്ടോ. പക്ഷെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ടൈപ്പ് ചീരയും കൂടി അത്. നോർമൽ ചീരയുടെ ആ ഒരു പച്ച ടേസ്റ്റൊന്നും ഇതിനില്ല. നല്ല പിന്നെ ഇതിന് വേറെ കേടോ അങ്ങനെയൊന്നും വരില്ല, പുഴുക്കുത്ത് അങ്ങനത്തെ ഒന്നും വരാത്തൊരു ടൈപ്പ് ചീര. കഴിഞ്ഞ പ്രാവശ്യം ചൂട് തുടങ്ങുന്ന സമയത്ത് ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷമാണ്, ഏപ്രിൽ ടൈമിൽ ഇതുപോലെ കൊണ്ടുവന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. മുളച്ച് ഇലക്കെ വന്നു. പിന്നെ ഇവിടുത്തെ ചൂടറിയാലോ, ഷാർജയിൽ നല്ല ചൂടുണ്ട്. ഷാർജയിൽ നല്ല GCCയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ല ചൂടുണ്ട്. അപ്പോൾ അത് ഉണങ്ങിപ്പോയി. പിന്നെ ഞാൻ 2 ദിവസം വെള്ളം ഒഴിക്കാണ്ടൊക്കെ ഇരുന്നു, മീൻസ് മറന്നുപോയി. അപ്പം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പം ഇനി ഇത് വീണ്ടും നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കണം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ചീര. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായോ? ഇതൊക്കെ നല്ല മണം കേട്ടോ. മഞ്ഞളുടെ നല്ല വാസനയുണ്ട്. ഇത് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മഞ്ഞളുടെ ഇലയിൽ എനിക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ സുരച്ചേട്ടൻ കൊടുത്തു വിട്ടത്. അങ്ങനെ ഒരുപാട് പേര് കളക്ട് ചെയ്ത സാധനങ്ങളാട്ടോ ഇപ്രാവശ്യം കിട്ടിയിരിക്കണേ. നമ്മുടെ വീട്ടിൽ മാത്രം ഉണ്ടായതല്ല. പിന്നെ കൊണ്ടുവന്നതും മാമനാണ്. മാമന് എന്താ പറയുക, എൻ്റെ ലഗേജ് തന്നെ അത്യാവശ്യം ഉണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും കൊണ്ടുവരില്ല. പക്ഷേ നമ്മളോടുള്ള അടുപ്പം കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചെയ്തു തരാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്ന സമയം തൊട്ടിട്ട് മാമൻ ഓൾമോസ്റ്റ് എല്ലാ ഈ ചപ്പ് ചോറുകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ. പിന്നെ ഇതുപോലെ ഷഹന തന്നു വിട്ടതാണ് മാങ്ങ. കുഞ്ഞിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
ഇത് നീലം മാങ്ങയാണ്. ഇത് 4 ഉണ്ടായിരുന്നു, 2 ഞാനും കുഞ്ഞും കൂടെ കഴിച്ചു കേട്ടോ, ഓൾറെഡി കഴിച്ചു. അപ്പം അത് പിന്നെ ഇത് രാജുമാമൻ കൊടുത്തു വിട്ട കടച്ചക്കയാണ്. പക്ഷെ ഇത് കൊടുത്ത സമയത്ത് നല്ല ഫ്രഷായിട്ട് ഗ്രീനായിട്ട് ഇരുന്ന് കടച്ചക്കയാണ്. ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ കളറൊക്കെ പോയി, പക്ഷെ ഉള്ളിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് നോക്കി വെക്കാം. ഇതൊന്നില്ലെങ്കിൽ ഫ്രൈ ആക്കാം, അല്ലെങ്കിൽ ചെമ്മീൻ കൊടുത്തു വിട്ടിട്ടുണ്ട്, അതിട്ടിട്ട് നമുക്ക് വറുത്തരച്ചിട്ട് വെക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇത് വീണ്ടും മുളകാട്ടോ. ഇതാ ഇത് മൊത്തം നാടൻ മുളകാ, വീട്ടിലുണ്ടായതാ. നല്ല സ്മെല്ലാട്ടോ. അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും നല്ല മണം വരുന്നുണ്ട് മുളകിൻ്റെ. ആ ഒരു എരിവിൻ്റെ സ്മെല്ലുണ്ടല്ലോ അത് വരുന്നുണ്ട്. ഇത് അതാ ഞാൻ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും എനിക്ക് വട്ടാണ്. പക്ഷേ മാമൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നുണ്ട് കേട്ടോ, പാവം. ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റംസും എനിക്ക് കൊണ്ടുവന്നുണ്ട്. ഇത് നമ്മുടെ വാഴയില കേട്ടോ. ഞാനിവിടെ എനിക്ക് ഫ്രഷായിട്ട് അട ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് കുറച്ചേ ഉള്ളൂ. അത് ഞാലിപ്പൂവൻ വാഴയുടെ നാക്കല കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വയ്ക്കാൻ സ്ഥലമില്ല അവസ്ഥയിൽ. എന്തായിരിക്കും, ഓണം ഓൾമോസ്റ്റ് ആവാറായി. ഇതാ മുരിങ്ങാക്കോല്, ഇതാ ഇത്രയും മുരിങ്ങാക്കിനെ ഇതാ ഈ കവറിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ചേമ്പ് പറിക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ചേമ്പിൻ്റെ കട നട്ടിട്ട് പിന്നെ ഉണ്ടായ ചേമ്പിൻ്റെ വിത്താട്ടോ ഇത്. ഇത് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പം വെച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു ടൈം ആവണുള്ളൂ. അതുകൊണ്ടാണ്. ഇവിടെ പിന്നെ അരുണ് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അരുണ് ഇതുപോലെ അരുൺ വരുന്നതിന് മുമ്പ് നമ്മൾ പറിച്ച കാരണം ആ ഒരു ഇത് തീർക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടതാ കേട്ടോ. അരുണിന് വേണ്ടി കൊടുത്തു വിട്ടതാ ചേമ്പ്. പിന്നെ ഇതാണ് നമ്മുടെ ഓണത്തിന് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടുത്തെ ശർക്കര വരട്ടി കഴിഞ്ഞ വർഷം ഭയങ്കര ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഇതാ ഇതിപ്പോൾ ഫ്രഷായിട്ട് ഫ്രൈ ആക്കണോടത്തുനിന്ന് അച്ഛൻ വാങ്ങിച്ചതാണ്. ശർക്കര വരട്ടി കായ വറുത്തത്. പിന്നെതാ ഓണത്തിൻ്റെയും വിഷുവിനൊക്കെ സ്പെഷ്യൽ ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് അത് കൊണ്ടുവരാറ് കേട്ടോ. സൂരജ് മട്ട പാലട. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പാലട ഉണ്ടാക്കാറ്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു 3 ലിറ്റർ പാലിലേക്കൊക്കെ ഇത് മതിയാവും. അപ്പോൾ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊണ്ടുവരാൻ മറന്നുപോയി ഞങ്ങൾ വരുന്ന സമയത്ത്. അതുകൊണ്ട് കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾക്ക് ഈ അട വെച്ചിട്ട് പാലട ഉണ്ടാക്കാൻ പറ്റിയില്ല. പകരം വേറെ ഏതോ ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് നന്നായില്ല. പക്ഷേ ഇതെപ്പോഴും പെർഫെക്റ്റ് ആട്ടോ. ഇത് വെച്ച് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പെട്ടി അൺബോക്സിങ്ങിലും ഞാൻ കാണിച്ചിരുന്നു വി ടേസ്റ്റിയുടെ നാടൻ നറുനെയ്യ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാട്ടോ. ഞാനിത് എന്താ പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ടോ. ഞാനിങ്ങനെ മോൾക്ക് നെയ്യ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിബിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ സജസ്റ്റ് ചെയ്തൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജായിരുന്നു. അപ്പോൾ അവനും ഡയറക്റ്റ് അറിയില്ല, പക്ഷേ നോക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ടൈം ഒരു ബാച്ച് വാങ്ങിച്ചു. അത് വളരെ നല്ലതായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് ഇവിടെ യൂസ് ചെയ്ത് തീർന്നു. പിന്നെ 2ാം വട്ടം ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു പോയിട്ടാണ്, പിന്നെ അത് വിട്ടുപോയി. പിന്നെ ഇപ്രാവശ്യം വീണ്ടും മാമൻ തന്നെ കൊണ്ടുവന്നു വി ടേസ്റ്റിയുടെ. നല്ല ഫ്ലേവറാട്ടോ. നമ്മൾ ദോശയിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ അതാ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഇതിന് വേണ്ടിയിട്ടാണ് ഓണത്തിനിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇത് കുഞ്ഞിയുടെ ഡ്രസ്സാട്ടോ ഓണത്തിനുള്ള. ഇത് എനിക്ക് ഓണത്തിനുള്ള സാരി ആൻഡ് ബ്ലൗസ്. പിന്നെ ഇത് അല്ലാണ്ട് വാങ്ങിയൊരു സാരി ആട്ടോ. സാരിയും ബ്ലൗസാണ് രണ്ടും റെഡിമെയ്ഡ്. ബ്ലൗസ് റെഡിമെയ്ഡാട്ടോ, തയ്പ്പിച്ച അല്ല, റെഡിമെയ്ഡ് ബ്ലൗസാണ്. അപ്പോൾ ഇതിന് മാച്ചായിട്ട് ഒരു മൽക്കോട്ടൻ സാരി. പിന്നെ ഓണത്തിന് ഔട്ട്ഫിറ്റിന് മാച്ചായിട്ടുള്ള ജ്വല്ലറീസ്. ഇത് സാരി തപ്പുന്നതിൻ്റെ ഇടയിൽ ഓൺലൈനിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് സാരിയുടെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിട്ട് പോണ പോലെ തോന്നിയ കാരണം അത് വാങ്ങിച്ചു. ഈ ഒരു കമ്മലും കൂടെ വാങ്ങിച്ചു ഓണം സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓണം പർച്ചേസ്. നമ്മൾ മീറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തെർമൽ ബാഗിൽ, ഇതിപ്പോൾ തെർമൽ കവറും കിട്ടും തെർമൽ ബാഗും കിട്ടും, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം തെർമൽ ബാഗാണ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ ഇത്രയും അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റൊക്കെ കൊണ്ടുവന്നത്. ഒന്നും കുക്ക് ചെയ്യാണ്ട് ഫ്രഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇതാ ഇത്രയും മീറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. പോർക്കുണ്ട്, ഇതൊക്കെ പോർക്കാ, ഇതും പോർക്കാ. പിന്നെ അതാ ഇത് പ്രോൺസാ. ഇത് ക്ലീൻ ചെയ്തിട്ടില്ല, മീൻസ് തൊണ്ട് കളഞ്ഞിട്ട് കഴുകാതെ വാഷ് ചെയ്യാണ്ട് അങ്ങനെ എന്നെ കൊടുത്തു വിട്ടതാ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാ, വാഷ് ചെയ്യണ്ട, ഞാൻ അവിടെ വന്നിട്ട് കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുപോലെ കവറിലാക്കി ഫ്രീസറിൽ വെച്ചു. പിന്നെ പോണ നേരത്ത് തെർമൽ ബാഗിലാക്കി. പക്ഷേ ഇതുവരെ കേടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇങ്ങോട്ട് എത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ധൈര്യമായിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ബീഫുണ്ട്. പിന്നെ ഇതാ ഇതൊക്കെ ബീഫാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോ ചെയ്തിട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ബാച്ചസ് ആയിട്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാവും. ഇത് വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതും ഒരു 5-6 കൊടുത്തു വിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.